കൊല്ലം കുളത്തൂപ്പുഴ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ വീണ്ടും തീപിടുത്തം. ഇന്നലെ തീപിടിച്ച സ്ഥലത്താണ് ഇന്ന് വീണ്ടും തീപിടുത്തമുണ്ടായത്. തീ കൂടുതൽ ഇടങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ്. അടിക്കാടുകൾ ആകെ ഇങ്ങനെ അഗ്നിക്കിരയാകുകയാണ്. ഏക്കർ കണക്കിന് പ്രദേശത്താണ് ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 150 ഏക്കറോളം പ്രദേശത്ത് തീ പടർന്നു എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ അതിനേക്കാൾ ഏറെ കൂടുതൽ സ്ഥലത്തേക്ക് തീ പടരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. വലിയ രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ ഓരോ അടിക്കാടുകളും ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് തീ അണയ്ക്കാൻ സാധിക്കും. കാര്യം ഫയർഫോഴ്സ് സംഘത്തിന് ഇവിടേക്ക് വരാനുള്ള മാർഗം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ചെറിയ വഴിയാണ്. ആ വഴിയിലൂടെ ഫയർഫോഴ്സ് സംഘത്തിന് ഇവിടേക്ക് എത്താൻ സാധിക്കില്ല. ഇനി തീ അണയ്ക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ ഒരു ചെറിയ വാഹനങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് തീ അണയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ തീപിടുത്തത്തിൽ കടുത്ത ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാര്യം എങ്ങനെയാണ് ഈ പ്രദേശത്ത് പലയിടങ്ങളിലാണ് തീ പടർന്നത്, ഒരേ സമയത്ത് പലയിടങ്ങളിൽ തീപിടിക്കുകയായിരുന്നു, അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ അധികാരികൾക്കും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്കും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്നാണ് ഈ കോർപ്പറേഷന്റെ ചെയർമാൻ അറിയിക്കുന്നത്. ഇവിടെ റീപ്ലാന്റ് ഏരിയ എന്ന് പറയുന്നത് 70 ഹെക്ടറോളം, അതിൻ്റെ ഒരു 3/4 പങ്കോളം കത്തിപ്പോയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 50 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഇവിടെ തൈയായിരുന്നതുകൊണ്ട് ആ തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. പ്രദേശത്താകെ ശക്തമായ പുകയും കാറ്റും ഉയരുകയാണ്. ഈ കാറ്റ് തീ പടരുന്ന ദിശയിലേക്ക് തന്നെ വ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയുള്ളത്. ഒട്ടേറെ ആൾക്കാർ, തൊഴിലാളികളും ഒക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാട്ടിലേക്ക് തീ പടരുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രദേശത്ത് മാഞ്ചിയം എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലേക്കൊക്കെ തന്നെ തീ പടരുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വലിയ രീതിയിൽ ജനങ്ങൾ ആശങ്കയിലാണ്. ഈ മലയുടെ താഴ്വാരത്തേക്ക് തീ താഴോട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇനി ഇത് അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വലിയ ഒരു പ്രതിസന്ധിയായി ഈ തീപിടുത്തം മാറും. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.